പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ കാക്ക ഒരു തരത്തിലും സമ്മതിക്കണില്ല. അപ്പോൾ ഞാൻ അകത്ത് കയറിയിരുന്നു. അത് ഒരു ആംബിയൻസ് ഒക്കെ ആയിക്കോട്ടെ എത്തിയിട്ട് ആ രണ്ട് സൈഡിൽ ലൈറ്റൊക്കെ ഇട്ട് ഇച്ചിരി ഓവറായെന്ന് തോന്നാം. ഇച്ചിരി ഓവറാണ്. ഓവറായാലല്ലേ 4 പേര് ശ്രദ്ധിക്കുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ടോപ്പിക് ലൂസിഡ് ഡ്രീമിംഗ്. ഈ മൂവിയിലൊക്കെ തുടങ്ങുമ്പോൾ തന്നെ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞ ഡിസ്ക്ലെയിമർ കൊടുക്കുന്ന പോലെ ആദ്യം തന്നെ ഞാൻ സൈഡ് എഫക്റ്റ് പറയാം. ഈ സൈഡ് എഫക്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ടോളറേറ്റ് ചെയ്യാൻ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലൂസിഡ് ഡ്രീം ചെയ്ത് നോക്കിയാൽ മതി. ആദ്യത്തെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് പാരലൈസിസ് വരാനുള്ള സാധ്യതയുണ്ട്. സ്ലീപ്പ് പാരലൈസിസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് പറയാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ തികഞ്ഞൊന്നും വരില്ല. ജനറലായിട്ട് പറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് പാരലൈസ് പറയുന്നത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, പക്ഷെ നമ്മുടെ ശരീരം പാരലൈസ്ഡ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമുക്ക് കൈയും കാലും നനക്കാൻ പറ്റുന്നില്ല, അതുപോലെ ശബ്ദം പുറത്തോട്ട് വരുന്നില്ല. ഈ ഒരു കണ്ടീഷനെയാണ് ജനറലായിട്ട് സ്ലീപ്പ് പാരലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്രീം ഏതാ റിയാലിറ്റി ഏതാ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും, ഇത് റിയാലിറ്റി ആണോ ഡ്രീം ആണോ എന്നുള്ള രീതിക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരാം. മൂന്നാമത്തെ സൈഡ് എഫക്റ്റ് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് വരാം. മിതമായ ഉറക്കം കിട്ടുന്നില്ലെന്നോ അല്ലെങ്കിൽ സ്ലീപ്പിനിടയിൽ പെട്ടെന്ന് ഞെട്ടുണരുക, ഇന്ററപ്റ്റഡ് ആവുക എന്നുള്ള രീതിക്കുള്ള സ്ലീപ്പ് കണ്ടീഷൻസ് വരാം. അപ്പോൾ എനിക്ക് പേഴ്സണലി സംഭവിച്ചിട്ടുള്ള സ്ലീപ്പ് പാരലൈസിസ് വന്നിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് സൈഡ് എഫക്റ്റ് ആയ ഡ്രീം ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ കണ്ടീഷനും എനിക്ക് വന്നിട്ടുണ്ട്. സ്ലീപ്പ് പാരലൈസിസ് ഞാനിങ്ങനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തവണ സ്ലീപ്പ് പാരലൈസിസ് അനുഭവിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഫിയർ ഗ്രാജുവലി കുറഞ്ഞു വരും. അങ്ങനെ ലാസ്റ്റൊക്കെ എത്തിയപ്പോൾ നമുക്കത് കൂളായിട്ട് നമുക്ക് നോർമലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലോട്ട് എത്തി. അങ്ങനെ നമ്മൾ അത് ഓവർകം ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള സൈഡ് എഫക്ട്സ് വരാം. അത് ഫേസ് ചെയ്യാൻ ടോളറേറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൂസിഡ് ഡ്രീം ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒറ്റ വീഡിയോയിലൊന്നും ഒരിക്കലും നമുക്ക് ലൂസിഡ് ഡ്രീമിനെ കംപ്ലീറ്റ്ലി നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് കാര്യങ്ങൾ പറയാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പാർട്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പോൾ അടുത്ത വീഡിയോ മുതലും ലൂസിഡ് ഡ്രീം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള മെത്തേഡായിരിക്കും, ഞാൻ പേഴ്സണലി ചെയ്ത് നോക്കിയിട്ടുള്ള മെത്തേഡായിരിക്കും. അപ്പോൾ അതുവരേക്കും ഓക്കെ ബൈ.